ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒഴിച്ചുകറിയാണ് കേട്ടോ. മുരിങ്ങയില വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു കറി. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട, അതുപോലെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങയിലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങയില എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും അഴുക്കോ പിന്നെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം നല്ലോണം ഒന്ന് കൊട്ടിക്കളഞ്ഞ് നല്ലോണം കഴുകണം കേട്ടോ. കഴുകി നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിങ്ങ് എടുക്കാം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തണ്ട് കുഴപ്പമില്ല, വലിയ തണ്ട് വീഴാതിരുന്നാൽ മതിയേ. അപ്പോൾ നമുക്കിനി ഇങ്ങനെ എല്ലാം ഇങ്ങനെ അടർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങയില എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. വലിയ തണ്ടൊന്നും പറ്റിയിട്ടില്ല, ചെറിയ തണ്ടുകളൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ സബോള, പച്ചമുളക്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. നല്ല മഷി പോലെ അരയണേ. ഇതേപോലെ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാം കേട്ടോ. അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം നല്ലോണം പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞത്. ഇതിൽ ശരിക്കും ചെറുള്ളിയാണ് ചേർക്കേണ്ടത്. ഞാൻ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സബോള ചേർത്തേക്കുന്നത്. അങ്ങനെ സബോള ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് ഒരു 2-3-4 വറ്റൽ മുളക് ഇങ്ങനെ നടുവേ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം മൂക്കണം, മൂത്തൊരു ഗോൾഡൻ കളറാവണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി കേട്ടോ. അതൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഞാൻ ഈ ഇളക്കുമ്പോൾ ഒരു കയ്യിൽ ക്യാമറയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ പാത്രം കിടന്നിങ്ങനെ ഇളകുന്നത്. ഈ അരപ്പിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുവരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുവേ. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തോരം വെള്ളം ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നല്ലതുപോലെ ചാറായിട്ട്, നല്ല ചാറായിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചാറായിട്ട് അധികം വേണ്ട, നല്ല കുറുകിയിരിക്കണമെങ്കിൽ അത്രയും മതി. ഞാനിവിടെ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോഴാണ് ഈ കറിയിൽ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ച് പോകാതെ നോക്കണം. തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഉപ്പ് നോക്കുക, അത്യാവശ്യത്തിന് ഉപ്പിട്ട് അതങ്ങ് ഇറക്കിയാൽ മതിയേ. അപ്പോൾ അതേ കറി ഇവിടെ തന്നേന് മുന്നേ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.